ഫയർ ആൻഡ് റെസ്ക്യൂ. ചേട്ടാ മോനെ, ഇത് നോക്കിയ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പാ കേട്ടോ. എന്ത് അടിപൊളിയായിട്ടല്ലേ. ഇതിലൊക്കെ കയറി പോണം. എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെറ്റപ്പ് വരുമ്പോഴായിരിക്കും ഇത് എടുക്കാറുള്ളത്. എന്ത് ലുക്കല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ബോട്ടൊക്കെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത നല്ല വലുപ്പമുണ്ട്. നോക്കി എന്ത് വലുതാണ്. നൈസ് സംഭവം. ഇതിന്റെ മുകളിലൊരു ഏരിയയിലൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇതൊക്കെ കോസ്റ്റ് ഗാർഡിന്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. അതെ, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, കോസ്റ്റ് ഗാർഡ്. ഇപ്പൊ അടിച്ചു പിന്നെ ഒരു പോക്ക് പോകും. ഇത് കോസ്റ്റ് ഗാർഡ്, ഫയർ റെസ്ക്യൂ, ഇതൊക്കെ അന്യായ സ്പീഡായിരിക്കുമല്ലോ ഇതിൻ്റെയൊക്കെ പവർ. പൊളി. ഒരു നമ്മുടെ സെയിം ഇതിലുള്ള ഒരു പുള്ളിക്കാരനെ കണ്ട കേട്ടോ, യൂട്യൂബറാന്ന് തോന്നുന്നു. പുള്ളി വമ്പ സെറ്റപ്പിലാട്ടോ. ഇത് കണ്ടോ, ഫയർ ആൻഡ് റെസ്ക്യൂ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ബൈക്കുകളൊക്കെ എന്ത് നൈസായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്നുണ്ടോ. ബാങ്ക് ഓഫ് മാൽദീവ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. വലിയൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ റിസോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, റിസോർട്ടിലേക്ക് പോകാനുള്ള ഓരോരോ സ്പീഡ് ബോട്ടുകളാട്ടോ, ലോഞ്ചുകളൊക്കെയാണ്. എസ്കേപ്പ് വിങ്. ഫുള്ള് നല്ല അടിപൊളി ലോഞ്ചുകളാണ് കേട്ടോ. മൈന കൊള്ളാലോ, മൈന. വരണം. എക്സോട്ടിക്ക. അതെ, താജ് എക്സോട്ടിക്ക റിസോർട്ട് ആൻഡ് സ്പാ. ഓ മാനെ. എസ്കേപ്പ് ക്യൂൻ, ബ്രിങ്ങിങ് സീ ട്രാൻസ്പോർട്ട് ടു ദ നെക്സ്റ്റ് ലെവൽ. ഇതൊക്കെ ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഐറ്റംസ് ആണ് കേട്ടോ. ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരാണ് ഇവിടെ കൂടെ ഉള്ളത്. ഇതൊക്കെ രാജ്യത്തുള്ളവരാണ് കേട്ടോ. എനിക്ക് ആഫ്രിക്കക്കാരാണെന്ന് തോന്നുന്നു. എനിവേ നൈസായിട്ട് ഏതോ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇത് എല്ലാം ഇവിടുത്തെ ലോക്കൽ ട്രിപ്പ് അല്ല. ഇതും റിസോർട്ടിലെ ഇതായിരിക്കും ഇവിടെ. കാരണം റിസോർട്ടിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ഇതുണ്ട്, ബോട്ടുകളുണ്ട് ഇതേപോലെയുള്ള. അതിൻ്റെ ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അറിയില്ല. നമുക്കൊന്ന് മുടി വെട്ടണമായിരുന്നല്ലോ. മുടി വെട്ടാനായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം ഇനി. ഇത് കൊള്ളാമല്ലോ. ഇത് നോക്കിയേ, എന്ത് നൈസല്ലേ. ഇത് കൊള്ളാമല്ലോ. ഇതെന്ത് ബോട്ടാണ്.
ഇതൊക്കെ എന്തിൻ്റെ ബോട്ടാണ്? ഫിഷിങ്ങിൻ്റെ ഒന്നും അല്ല ഇത്, വേറെ എന്തോ ആണ്. കൊള്ളാം കേട്ടോ. എന്തായാലും എല്ലാം ഓരോരോ വെറൈറ്റി ബോട്ടുകളാണ്. അല്ലേ? എന്തായാലും നൈസായിട്ടുണ്ട്. കോറൽ റീഫ് റിസോർട്ട് ആൻഡ് സ്പേ, താജ് സ്പാ. ഇതെല്ലാം റിസോർട്ടുകളുടെ ബോട്ടാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒത്തിരി റിസോർട്ട് ബോട്ടുകളും ഉണ്ട്. ബാക്കി നമ്മുടെ സർവീസിന് മാത്രമല്ലാണ്ട് റിസോർട്ട് ബോട്ടാണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ് തോന്നുന്നത്. ഈ വരുന്ന ഗസ്റ്റിനെയൊക്കെ കൊണ്ടുപോകാനായിട്ടായിരിക്കും അവർ വരുന്നത് കേട്ടോ എല്ലാവരും. എന്തായാലും വമ്പൻ ചൂടാണ് കേട്ടോ, നല്ല പൊളിയണ വെയിൽ. അടുത്ത ഒരു സൈഡിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ വേറെ കുറെ ഇതാണ്. വേറെ ഓരോരോ ബോട്ട് ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാം നല്ല ഹെവി സാധനങ്ങൾ. എന്ത് വലുപ്പമല്ലേ! ഇവിടുത്തെ വെള്ളത്തിൻ്റെ പരിപാടിയാണ്. ഇതെല്ലാം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഷിപ്പാണ് കേട്ടോ. കാരണം അത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഹാർബറാണ്. അവിടെ കാണുന്നത് ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ഹാർബറാണ്. കാരണം ഇവിടെ നിന്നാണ് ആൾക്കാർ, നമുക്കിവിടെ നിന്ന് എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ വേറെ 1-2 ദ്വീപുകളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റിയ കുറച്ച് ദ്വീപുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദ്വീപിലൊക്കെ പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ബോട്ടാണ് ഈ ഉള്ളത്. ഇതിനെ നമ്മൾ ഫെറി എന്നാണ് പറയണത്. മാൽദീവ്സിൽ ഇതിനെ ഫെറി എന്നാണ് പറയണത്. ഫെറി ടെർമിനൽ. അങ്ങനെ നമ്മുടെ ഹെയർ കട്ടും കഴിഞ്ഞു. ഫുഡ് അടിക്കും. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയും കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത പരിപാടി റൂം കണ്ടുപിടിക്കുക, റൂമിൻ്റെ സ്റ്റേയും കാര്യങ്ങളും റെഡിയാക്കുക. സംഭവം നൈസാട്ടോ ഇവിടെ. ഇനി തൊട്ടടുത്തൊരു റൂമുണ്ട്, അവിടെ പോയി നോക്കട്ടെ എങ്ങനെ റൂം അവൈലബിൾ ആണോ ഇല്ലയോ. ഞാൻ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും നമുക്ക് എടുക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ബസ്. ഇവിടെ സൊലൈസ് ഇൻ എന്ന് പറഞ്ഞ അടുത്താണ് ഞാൻ വന്നേക്കുന്നത്. റൂം അവൈലബിൾ ആണോ നോക്കട്ടെ. ഫാമിലി റൂം കിട്ടി. ഫോർത്ത് ഫ്ലോറാണ് കേട്ടോ. 203. നമ്മുടെ റൂം നമ്പർ എന്ന് പറയുന്നത് 501. അയ്യവ, നൈസ് വ്യൂ ആണല്ലോ, കടലും. മെയിൻ റോഡാണ് കേട്ടോ, ഒത്തിരി വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂം 501. ഇതൊക്കെയാണ് ഇവിടെ റൂം. TV ഉണ്ട്, മിറർ, ടോയ്ലറ്റ്. അപ്പം ഇതാണ് നമ്മുടെ മുറി.
AC ഉണ്ട്.